എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം. ഇന്ന് അഥവാ കർക്കിടക മാസം 1-ാം തീയതി വളരെ വിശേഷപ്പെട്ട മാസത്തിൻ്റെ തുടക്കമാണ്. കേരളീയരെ സംബന്ധിച്ചോളം രാമായണ മാസം എന്നറിയപ്പെടുന്നതാണ്. എല്ലാ ക്ഷേത്രങ്ങളും രാമായണം പാരായണങ്ങൾ നടക്കും, വീടുകളിൽ നടക്കും, ഗദ്യത്തിലും പദ്യത്തിലും നടക്കും. നാലമ്പലം സന്ദർശിക്കും. അതായത് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരും ഹനുമാനും സീതയും അടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാവരും ദർശിക്കാനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് ഇത്. കേരളീയരെ സംബന്ധിച്ചോളം മാത്രമല്ല, ഭാരതം മുഴുക്കെ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഈ രാമായണത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, അത് പറയണമെന്ന് മാത്രം. നിങ്ങൾക്ക് അറിയാത്തതല്ല ഞാൻ പറയുന്നത്, എനിക്ക് അറിയാവുന്നതും ഞാൻ കണ്ടെത്തിയ സത്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണെന്ന് മാത്രം. അതുകൊണ്ട് തെറ്റിനെല്ലാത്തിനും ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമ്മൾ രാമനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം എന്താ ചിന്തിക്കുക? ഹനുമാൻ അല്ലേ? രാമൻ, ലക്ഷ്മണൻ, സീത, ഭരതൻ, ശത്രുഘ്നൻ, ഹനുമാൻ. എങ്ങനെ ചിന്തിക്കും? ഈ ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ബന്ധമാണ് അവിടെ കാണുന്നത്. അതായത് ഹനുമാന്റെ ഭക്തി കമ്പയർ ചെയ്യാൻ ലോകത്ത് ഒന്നിനും സാധിക്കില്ല. നമുക്ക് അതുപോലെ ഉണ്ട് ഇതുപോലെ ഉണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ അതിന് ഒരിക്കലും കമ്പാരിസൺ സാധിക്കില്ല. അതിന് ചില ഉദാഹരണങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകണം. ഒന്ന്, നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ പോയി എന്ന് കണക്കാക്കുക. അവിടെ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? ഓ വീരാഞ്ജനേയ ഹനുമാനെ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം തീർത്തു തരണേ എന്ന് വാവിട്ട് വിളിക്കും. അദ്ദേഹം വരാതിരിക്കുമോ? തീർച്ചയായും വരും, യാതൊരു സംശയമില്ല. പക്ഷേ അതിനെ 3ആയി വിഭജിച്ച് ഒന്ന് നോക്കൂ. അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താണ്? ഹേ ആഞ്ജനേയ ഹനുമാനെ, വായുപുത്ര എന്നെ രക്ഷിക്കണമെന്നൊക്കെ അല്ലേ പറയണത്? അതിന് പകരം ഓ ശ്രീരാമഭക്ത ആഞ്ജനേയ ഹനുമാനെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അദ്ദേഹം വരുന്നതിൻ്റെ സമയം, അതായത് 5 മിനിറ്റ് കൊണ്ട് എത്തുന്നത് 4 മിനിറ്റായി. ഇനി അടുത്തത്, ആ ശ്രീ എന്നുള്ള വാക്കുകൂടി ഒന്ന് മാറ്റൂ. അതായത് എങ്ങനെ പറയണം? രാമഭക്ത ഹനുമാനെ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ആ 1 സെക്കൻഡ് കൂടിയും അദ്ദേഹത്തിന് ക്ഷമിക്കാൻ സാധിക്കില്ല. അവിടെ എത്തിയിരിക്കുന്നത് സത്യം. എന്താ കാരണം? അദ്ദേഹത്തിന് രാമനോടുള്ള പ്രീതി, അതായത് രാ എന്നുള്ള അക്ഷരം തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അവിടെ കാല് നിൽക്കില്ല. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, രാമ ഭക്ത ഹനുമാനെ എന്ന് പറയുന്നത് ശ്രീരാമന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി അവിടെ എത്തും. ഒന്ന്. രണ്ടാമത്, ശ്രീരാമനെ ആര് വിളിക്കണോ അവർ രാമനെ കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കും. അതായത് രാമൻ എൻ്റെ സ്വന്തമാണ്, രാമൻ എന്നിൽ നിന്നും വിട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ എത്തും. അപ്പോൾ നിങ്ങൾ ഹനുമക്ഷേത്രം സന്ദർശിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ, ഞാൻ കണ്ടെത്തിയ ഒരു സത്യമാണത്. ഹേ ഹനുമാനെ, ആഞ്ജനേയപുത്ര, വായുപുത്ര എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ശ്രീരാമഭക്ത ഹനുമാനെ, ശ്രീരാമഭക്ത ഹനുമാനെ എന്ന് വിളിച്ചാലും മതി. രാമഭക്ത ഹനുമാനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ശ്രീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ശങ്ക തോന്നും, രാമൻ എന്ത് സംഭവിച്ചോ എന്ന് തോന്നും. ഇത് നിങ്ങൾ രാമഭക്ത ഹനുമാനെ എന്ന് പറയുമ്പോൾ രാമാണ് അവിടെ ആദ്യം വരുന്നത്. മനസ്സിലായോ? ആ ഒരു സെക്കൻഡിനെ 1000 വിഭജിച്ചാലുള്ള സെക്കൻഡ് പോലും അവിടെ അദ്ദേഹം കാത്തു നിൽക്കില്ല. ആ 1000-ൽ 1 സെക്കൻഡാണ് ശ്രീ എന്നുള്ളത്. അപ്പോൾ ഒന്നുകിൽ ശ്രീരാമഭക്ത ഹനുമാനെ എന്ന് പറയാം, അല്ലെങ്കിൽ രാമഭക്ത ഹനുമാനെ പറയാം. ഇതിൽ 2 വിശേഷം തന്നെ. മൂന്നാമതാണ്
കുറച്ചുകൂടിയും ശ്രേഷ്ഠതയെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ രാമനോടുള്ള ഭക്തി വളരെ 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 അൺകമ്പയറബിളാണ്. ഒന്നിനോടുകൂടി നമുക്ക് സാദൃശ്യപ്പെടുത്താൻ സാധിക്കില്ല. നമുക്ക് നോക്കാം, ഈ സമുദ്രങ്ങളെല്ലാം കടന്ന് ലങ്കയിൽ ചെന്നു സീതയെ കണ്ടു, ലങ്ക മുഴുവൻ ദഹിപ്പിച്ചു, എന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ സമുദ്രങ്ങൾ മുഴുവൻ കടന്ന ആ മഹാപ്രഭുവിന് ജനിച്ച ഉടനെ സൂര്യനെ പഴമാണെന്ന് കരുതി തിന്നാൻ പറന്നുപോയ ആ മഹാപ്രഭുവിന് ഇതൊരു പ്രശ്നമാണ്. എന്തൊരു പ്രശ്നമാണ്? രാവണനെ പിടിച്ചു കെട്ടിക്കൊണ്ട് ശ്രീരാമൻ്റെ മുമ്പിൽ കൊണ്ടുവരാനോ രാവണനെ കൊല്ലാനോ അദ്ദേഹത്തിന് കഴിയില്ലേ? ധാരാളം കഴിയും. അപ്പം നമ്മൾ അവിടെ എന്ത് പറയുമറിയോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാനെ അറിയാം, ശ്രീരാമൻ്റെ കൈകൊണ്ട് അദ്ദേഹത്തിന് മരണം, അതുകൊണ്ട് കൊന്നില്ല. വാസ്തവം അതല്ല. അദ്ദേഹത്തിന് അറിയില്ല രാമൻ്റെ കൈകൊണ്ട് കൊണ്ടാണ് ഇത് എന്നറിയില്ല. അദ്ദേഹം രാവണനെ അവിടെ സ്പെയർ ചെയ്യാൻ കാരണം, രാവണൻ്റെ പേരെന്താണ്? രാവണൻ. രാ എന്ന അക്ഷരത്തോടു കൂടി തുടങ്ങുന്നു. രാമൻ്റെ പേരെന്താണ്? രാ എന്ന അക്ഷരത്തോടു കൂടി പറയുന്നു. അപ്പോൾ രാ എന്ന അക്ഷരം കണ്ടു കഴിഞ്ഞാൽ രാമൻ്റെ ശക്തി അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ രാമഭക്തനായിരിക്കും എന്നുള്ള ധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതുകൊണ്ട് രാവണനെ കണ്ടിരുന്നാലും രാവണൻ്റെ ദുഷ്ടതകളെല്ലാം അറിഞ്ഞിരുന്നാലും അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്നു. അല്ലാതെ രാവണനെ ഇയാൾക്ക് കൊല്ലാൻ ഒരു പ്രയാസമില്ല, 1 മിനിറ്റ് മതി കൊല്ലാൻ. വേണ്ട, കെട്ടിക്കൊണ്ടുവരാൻ പ്രയാസമുണ്ടോ? ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ചെയ്തത്? ഈ ഒരു കാരണം. ഇനി വേറെ ഒന്നും കൂടെ പറയാം. രാവണനെ അദ്ദേഹം കെട്ടിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ രാവണനെ വധിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അദ്ദേഹം ചെയ്തു. രാമന് കീർത്തി ഉണ്ടാവുമോ കളങ്കം ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ അഭിപ്രായത്തിൽ കളങ്കമാണ് ഉണ്ടാവുക, കീർത്തിയല്ല. ഹനുമാൻ രാവണനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരികയോ ഹനുമാൻ രാവണനെ വധിക്കുകയോ ചെയ്താൽ തീർച്ചയായും രാമൻ്റെ പേരിന് കളങ്കം സംഭവിക്കും. അതെന്താ കളങ്കം സംഭവിക്കും? എന്താണ് വിചാരിക്കുക ആൾക്കാരെ? ഓ, ഈ രാമനെ കൊണ്ട് ഒന്നും കഴിയാത്തതാണ് ഹനുമാൻ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ ഗുരുവിന് ഒരു വിധത്തിലും ഒരു കളങ്കവും സംഭവിക്കാൻ പാടില്ല. മനസ്സിലായോ? തൻ്റെ ഗുരുവിന് ഒരു വിധത്തിലും യാതൊരു കളങ്കവും സംഭവിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം രാവണനെ കെട്ടിക്കൊണ്ടുവരാതിരുന്നതും രാവണനെ കൊല്ലാതിരുന്നതും. മനസ്സിലായില്ലേ? അഥവാ അദ്ദേഹം കൊന്നിരുന്നെങ്കിൽ എന്തു പറയും? ഓ, ചിലർ പറയും, ഓ, രാവണനെ കൊണ്ട് യാതൊന്നും കഴിയില്ല, അതാണ് ഇയാൾ കൊണ്ടുവന്നു. അല്ലെങ്കിൽ എന്തു പറയും? ഹനുമാൻ സ്വാർത്ഥനാണ്, ആ പേര് രാമന് പോയാലേ രാവണനെ കൊന്ന പേര് രാമന് പോവും, അത് പാടില്ല, ഹനുമാൻ സ്വാർത്ഥനാണ് എന്നുള്ള പേര്. ഈ 2 കളങ്കവും ഹനുമാന് സംഭവിക്കുന്നതും രാമന് സംഭവിക്കാൻ സാധ്യതയുള്ള ഈ 2 കളങ്കങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് രാവണനെ അദ്ദേഹം കൊല്ലാതെയും കെട്ടിക്കൊണ്ടുവരാതെയും ചെയ്തത്. നമുക്ക് രാമായണത്തിൽ പറയുന്നുണ്ട്, രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം. അതായത് ലങ്കാദഹനം ചെയ്ത സമയത്ത് രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം. വിഭീഷണ ആരാണ്? രാവണൻ്റെ സഹോദരൻ. അപ്പോൾ വിഭീഷണനെ രക്ഷിക്കാൻ കാരണം എന്താണ്? ഒന്ന്, അദ്ദേഹം രാവണൻ ഇയാളെ പിടിച്ച് കെട്ടിയ സമയത്ത് എന്തു പറഞ്ഞു? പാടില്ല, ഒരു ദൂതനെ കൊല്ലുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. പിന്നെ സീതയെ കൊണ്ടുപോയതിന് എല്ലാം ഏകനിഷ്ഠായിരുന്നു അദ്ദേഹം, എല്ലാം ഒരുപാട് പറഞ്ഞു, ഒരുപാട് ഉപദേശിച്ചു. മൂന്നാമത്, അദ്ദേഹം ഈ ലങ്കാദഹന സമയത്ത് എല്ലാവരും ചുട്ടുകരിച്ചു പോയ സമയത്ത് വിഭീഷണ മന്ദിരത്തിൽ എത്തിയ സമയത്ത് നാമം, അതായത് ഇങ്ങനെ ഒരു ഗോപിക്കുറി കണ്ടു. അത് കണ്ടാൽ അദ്ദേഹം അവിടെ ആരെയും ഉപദ്രവിക്കില്ല. അതായത് ശ്രീരാമന് മാത്രമേ ഉള്ളൂ ഇത്.
രാവണനുണ്ടോ? ഇല്ല. അല്ല, രാക്ഷസന്മാർക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് ശ്രീരാമന് മാത്രം കണ്ടുവരുന്ന ഒരു ഇതാണത്. അതുകൊണ്ട് ആ വിഭീഷണ മന്ദിരവും രക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ രാമനോടുള്ള ഭക്തിയോട് മനസ്സിലായോ? സമുദ്രം കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ സുഖമായി ഒരു പർവ്വതം സമുദ്രത്തിൽ നിന്ന് മേലെ വന്നു. അതായത് ഹിമോൻ്റെ സഹോദരൻ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരുന്നോളൂ, നമുക്ക് ആഹാരങ്ങളെല്ലാം കഴിച്ച് പതുക്കെ പോവാം. അദ്ദേഹം തങ്ങിയോ? പറഞ്ഞെന്താണ്? രാമൻ്റെ സീതാദേവിയെ അന്വേഷിച്ച് ഞാൻ പോവാണ്, ആ പണി കഴിഞ്ഞ ശേഷമേ ബാക്കി ചെയ്യുള്ളൂ. 5 സ്റ്റാർ ഹോട്ടൽ പോലെ അവിടെ ഇരുന്ന് 5 സ്റ്റാറിനേക്കാൾ എത്രയോ വലിയ ഹോട്ടലത്, മനസ്സിലായ? ആ പർവ്വതം അവിടെ ഇരുന്നു അയാൾ ഇല്ല, പോയി. അപ്പം എന്താണ്? രാമനോടുള്ള ഭക്തി. ഇനി ഇതിലധികം എന്താ പറയാനുള്ളത്? രണ്ടാമത്, നമ്മൾ സാധാരണ എന്താ നൈവേദ്യങ്ങൾ, ഇതൊക്കെ ഞാൻ കണ്ടെത്തിയ സത്യങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. നമ്മൾ ശ്രീരാമന് നൈവേദ്യങ്ങൾ കഴിക്കുന്നുണ്ട്, ക്ഷേത്രങ്ങളിലുണ്ട്, വീടുകളിലും കഴിക്കാറുണ്ട്. ഇപ്പോൾ വീടുകളിൽ നമുക്ക് കണക്കാക്കാം. ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ പലതും ഉണ്ടെന്ന് പലരും തർക്കിക്കും. അതിനൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല, ഞാൻ അവരെ എതിർക്കാൻ ആളുമല്ല. വീടുകളിലാണ് വയ്ക്കുക. ഒരു ശ്രീരാമൻ്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്, ഒരു ഹനുമാൻ്റെയും ഫോട്ടോ ഉണ്ട്. നമ്മൾ നൈവേദ്യം സമർപ്പിക്കുന്നു. സാധാരണഗതിയിൽ എന്താ ചെയ്യുക? രാമൻ്റെ മുമ്പിൽ വയ്ക്കും. നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് മന്ത്രങ്ങൾ ചെല്ലും. മന്ത്രങ്ങൾ അറിയുന്നവരെ അതനുസരിച്ച് നൈവേദ്യങ്ങൾ സമർപ്പിക്കും. അറിയാത്തവർ ഈശ്വര ഇതാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞ് സമർപ്പിക്കും. ഇതൊക്കെയാണല്ലോ പതിവ്. പക്ഷേ ഒരു കണക്കിന് നോക്കിയാൽ അതത്ര ശരിയല്ല. കാരണം ആദ്യം ഹനുമാനാണ് സമർപ്പിക്കേണ്ടത്. അതെന്താ? അത് ഹനുമാനെ സമർപ്പിച്ചിട്ട് രാമനെ താത്തുകയാണ്? അല്ല, ഹനുമാൻ ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. ഹനുമാൻ എന്ത് കൊടുത്താലും അയാളെ കടിച്ച് തിന്ന് അതിലെന്തെങ്കിലും രാമനെ എഗൻസ്റ്റായി രാമന് ബാധിക്കുന്ന എന്തെങ്കിലും വിഷാംശങ്ങളോ അല്ലെങ്കിൽ മറ്റെന്ത് തന്നെയായാലും സ്വാദുണ്ടോ, രാമന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണോ എന്ന് നോക്കിയ ശേഷമേ അവിടെ കൊടുക്കുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് കൊടുത്താലും ആദ്യം അയാളെ എടുത്ത് നോക്കും. അത് ഉച്ഛിഷ്ടമല്ല, രാമനെ സംബന്ധിച്ചുള്ളത് ഉച്ഛിഷ്ടമല്ല. ശ്രീരാമൻ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. ഹനുമാനെ കഴിച്ച ശേഷമേ ശ്രീരാമന് ലോകത്തെ എല്ലാവരും ഉള്ളൂ. നോക്കൂ, ഒരു സമയത്ത് ശ്രീരാമൻ്റെ ഭക്തി പരീക്ഷിക്കാൻ വേണ്ടി സീത പറയുകയുണ്ടായി, നീ എന്തൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അദ്ദേഹം നെഞ്ഞു വളർന്ന് കാട്ടിയ സമയത്ത് അവിടെ ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത എല്ലാവരെയും കണ്ടു. അപ്പോൾ ശ്രീരാമൻ സീതയോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, നീ അദ്ദേഹത്തെ സംശയിച്ചു, പക്ഷെ അദ്ദേഹം നിന്നെ സംശയിച്ചില്ല. നമ്മൾ അതായത് രാമലക്ഷ്മണ സീത എല്ലാവരും കൂടി അദ്ദേഹത്തിൽ നിന്ന് പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്നു. എന്താ ഭക്തി കൊണ്ടോ? നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? സ്വന്തം ഹൃദയത്തിൽ മഷ്ടാന്നം കിട്ടിക്കഴിഞ്ഞാൽ ആരുമില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല, ആരുമില്ല, ആ ഭാഗത്ത് അങ്ങനെ തിരിഞ്ഞു. സ്വാഭാവികം, മനുഷ്യ സ്വാഭാവികം. അദ്ദേഹം അതല്ല ചെയ്തത്, സ്വന്തം ഹൃദയത്തിൽ ഭക്തി. ഇനി ഒന്ന് നോക്കിക്കോളൂ, രാമായണം എഴുതിയ വാൽമീകി ഒരു തെല്ല് അഹംഭാവിയായിരുന്നു. അഹംഭാവി എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അദ്ദേഹം ഇത് എഴുതിയ സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി, രാമനെ കുറിച്ചുള്ള ഒരു ഇത് എഴുതിയ സമയം. അപ്പോൾ എല്ലാവരെയും കൊണ്ട് കാട്ടിയ സമയത്ത് എല്ലാ മഹാന്മാരും, ദേവേന്ദ്രൻ, പരമേശ്വരൻ, എല്ലാവരും ഇതിന് വളരെയധികം പോയിട്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്ത് ഇനി ഉണ്ടായിട്ടുമില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷിക്കുന്ന സമയത്ത് ഈ ഗ്രന്ഥം ഈ രാമായണത്തോട് എടുത്തുകൊണ്ട് അദ്ദേഹം നാരദമുനിയെ ചെന്നുകൊണ്ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരായ നാരദമുനി ഇത് വായിച്ച് വളരെയധികം പ്രശംസിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, എല്ലാം കൊള്ളാം, പക്ഷേ ആ സ്വാദ് ഇതിൽ കിട്ടുന്നില്ല. അപ്പം എന്താ അർത്ഥം? അപ്പം ഇതിനു മുമ്പ് വേണമെന്നുണ്ടെന്നല്ലേ അർത്ഥം? ഇദ്ദേഹം എന്ത് വിചാരിച്ചു?
രാമായണം ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ശ്രേഷ്ഠന്മാരല്ലേ, ത്രികാലജ്ഞാനിയല്ലേ, അദ്ദേഹം ഉടനെ ചോദിച്ചു, അതാരാ അങ്ങനെ എന്നെ അറിയാതെ ഒരു ഭക്തൻ, രാമഭക്തൻ, ഞാൻ എഴുതിയ ബുക്കിൽ ഉള്ള, അപ്പോൾ നിങ്ങൾ എഴുതിയ ബുക്കിൽ തന്നെ ഉള്ള ആളാണ്, പുസ്തകത്തിലുള്ള ആളാണ്. അതാരാണ്? ഹനുമാൻ. ഓഹോ, അപ്പോൾ അദ്ദേഹത്തിന് കാണണമല്ലോ, അങ്ങനെ ഒരു ശ്രേഷ്ഠ മഹാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാണാൻ എവിടെ കിട്ടും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഹിമാലയത്തിൽ എവിടെയെങ്കിലും തിരഞ്ഞു നോക്കൂ, വാനരനല്ലേ, എത്രയായാലും വാനര ബുദ്ധി കാണില്ലേ, അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇദ്ദേഹം അവിടെ പോയ സമയത്ത് എന്താണ്, കദളീവനം, അതായത് ഹനുമാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കദളിപ്പഴമാണ്. അപ്പം മൂപ്പര് കദളി വനത്തിലാണ് ഉണ്ടാവുക. പഴം കിഴങ്ങൊന്നും ആവശ്യമില്ല, പച്ച കടിക്കും തുപ്പും. ഓ, ഹനുമാനാണെങ്കിലും ജന്മനാൽ എന്താണ്, കുരങ്ങാണ്, അല്ല വാനരൻ. അപ്പോൾ കുറച്ചെങ്കിലും വാനര സ്വഭാവം കാട്ടാതിരിക്കില്ല. ഇവിടുന്ന് അവിടെ ചാടും, അവിടെ നിന്ന് ഇവിടെ ചാടും, ഇങ്ങനെയൊക്കെ. ഇദ്ദേഹം അവിടെ പോയത് ഇങ്ങനെ ഒരാൾ വന്നു എന്ന് തന്നെ അയാളെ ശ്രദ്ധിച്ചില്ല. കാരണം എന്താ അറിയോ, മൂപ്പരിങ്ങനെ രാമ 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 പറഞ്ഞു നോക്കണം. ഒടുവിൽ കണ്ടുമുട്ടിയ സമയത്ത് വേഗം ആദരവ് പോകുന്നു ചോദിച്ചു, മകനെ എന്ത് വേണം ചോദിച്ചു. അപ്പോൾ നാരദം പറഞ്ഞയച്ചിട്ട് വന്നതാണ് ഞാൻ, ഇങ്ങനെ നിങ്ങളൊരു രാമഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, രാമായണം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതൊന്ന് കണ്ടാൽ കൊള്ളാം. ഹനുമാനോട് പൊട്ടിച്ചിരിച്ചു. എന്താ വെച്ചേ, അദ്ദേഹം വാഴയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ഇലയൊക്കെ അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നതിലാണ് എഴുതിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എന്ത് വിചാരിച്ചു, ഓ ഇത് എല്ലാം നശിച്ചു പോയി കഴിഞ്ഞു. നശിച്ചു പോയതെല്ലാം നശിപ്പിച്ചതാണ്. എങ്ങനെയാണ് നശിപ്പിച്ചത്? ഇദ്ദേഹം എഴുതിയ സമയത്ത് ഇത് മുഴുവൻ ചുരുട്ടി വാഴയിലങ്ങോട്ട് സ്വാഹ ഒറ്റടി. എന്താ അതിന് കാരണം? രാമൻ എൻ്റെ ഉള്ളിൽ നിന്ന് പോകാൻ പാടില്ല. ഒരു പക്ഷേ അത് പുറത്തുണ്ടെങ്കിൽ ഇയാൾ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഒക്കെ വാങ്ങി കൊണ്ടുപോകും, ഇല്ലേ? അപ്പം രാമൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ഉള്ളിൽ നിന്നും പോവാൻ പാടില്ല എന്ന് ഉദ്ദേശത്തോടുകൂടി ചെയ്തു. അപ്പം ഇനി ആ ഭക്തിയെപ്പറ്റി ഇനി പറയണോ? വേണ്ട. ഇങ്ങനെ എല്ലാം കൊണ്ടും ഭക്തിയുള്ള ഒരു മഹാപ്രഭുവാണ് ഹനുമാൻ. അപ്പോൾ രാമനെ നമ്മൾ ആരാധിക്കുന്ന സമയത്ത് ഒരു കാര്യം ചിന്തിക്കണം, ഒപ്പം അദ്ദേഹം ഉണ്ടായിരിക്കും. എങ്ങനെ? ഇദ്ദേഹം കഴിച്ച ഉച്ഛിഷ്ടം അദ്ദേഹത്തിന് കഴിക്കുന്നത് എങ്ങനെ അറിയോ? കൃഷ്ണാവതാരത്തിൽ ശ്രീകൃഷ്ണന് ഇഷ്ടപ്പെട്ട 3 ഭക്ഷണങ്ങൾ എന്താണ്? ഉദ്ധവരുടെ അത്താഴവുമാണ്, കുചേലൻ്റെ അവിൽപ്പൊരി, ദ്രൗപദിയുടെ ചീര. ഇതാണ് കൃഷ്ണാവതാരത്തിൽ. രാമാവതാരത്തിലോ എന്താണ്? ഹനുമാൻ എന്ത് ഇഷ്ടപ്പെടുന്നു ആ ആഹാരം. അവിടെ അദ്ദേഹത്തിന് ഉച്ചിഷ്ടം ഗിഷ്ടിഷ്ടം ഒന്നുമില്ല. ഹനുമാനെ നിങ്ങൾ എന്ത് കൊടുത്തു അയാളെ കടിച്ച് തുപ്പി വലിച്ച് ചവച്ചരച്ച് രാമന് കൊടുത്താൽ അമൃത് പോലെ അദ്ദേഹം കഴിക്കും, അമൃത് പോലെ കഴിക്കും. ഇതാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മളൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കരുതെന്നാണ്. അപ്പോൾ കിടപ്പ് രോഗികളുണ്ടാവും, വീട്ടിൽ മനോരോഗികളുണ്ടാവും. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ മാസം സാധിച്ചാൽ രാമായണം വായിച്ച് കേൾപ്പിക്കുക, അല്ലെങ്കിൽ രാമായണം ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ എല്ലാവർക്കും വായിക്കാൻ സാധിച്ചു എന്ന് വരില്ല, സമയവും ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു നഗ്ന സത്യമാണ്. ജീവിത ചക്രത്തിൽ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ സമയം ഉണ്ടാവില്ല. രണ്ടാമത് ഭാഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അദ്ദേഹം എഴുതി, വാൽമീകി എഴുതി, സംസ്കൃതം അറിയാത്തവന് എങ്ങനെ വായിക്കും? അറിയില്ല. ഇപ്പോൾ എഴുത്തച്ഛൻ എഴുതി, മലയാളം നേരെ രീതിയിൽ വായിക്കാൻ അറിയാത്തവനെങ്കിൽ അതൊരു തെറ്റല്ല. നിങ്ങൾ വായിക്കുന്നത് കേട്ടാൽ മതി. പോട്ടെ, അതും നിങ്ങൾക്ക് സാധിക്കില്ല. ഈ കാലത്തൊക്കെ വളരെ ഈസിയാണ്, യൂട്യൂബ് അത് ഇതൊക്കെ വരുന്നുണ്ട്, വേണം വിചാരിച്ചാൽ. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വയ്ക്കുക. ഈ മാസം രാമനെയും അദ്ദേഹത്തിൻ്റെ
അനുജന്മാരെയും സീതാദേവിയെയും ആഞ്ജനേയനും മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക ദിവസവും. അതുമല്ലെങ്കിൽ ശ്രീരാമ രാമ എന്ന 2 അക്ഷരം കടലാസിലെഴുതി ഈ നമ്മളെ കിടപ്പ് രോഗികൾക്ക് കയ്യിൽ കൊടുക്കുക. അതുമല്ലെങ്കിൽ അവരോട് പറയാ, രാമ 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 രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ രാമൻ മാത്രമല്ല അവിടെ വരിക. രാമൻ മാത്രം അവിടെ അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് കൂടി എത്തും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് 2 ദർശനം കിട്ടും. രാമനെ ഒരിക്കലും അദ്ദേഹം വിട്ടുകൊടുക്കില്ല. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ശരി, എത്ര വലിയ ഭക്തനായാലും ശരി, രാമനെ വിട്ടുകൊടുത്തുള്ള കഴിയില്ല. ശ്രീകൃഷ്ണൻ നേരിട്ട് വന്നാൽ അയാളെ വിട്ടുകൊടുക്കില്ല. അതിന് ഭാരതത്തിലൊക്കെ ഉദാഹരണമുണ്ട്. അതായത് ബലഭദ്ര സ്വാമി വന്ന് ഇദ്ദേഹത്തെ യുദ്ധം ചെയ്ത ബലഭദ്ര സ്വാമി താഴ്ത്തു പോന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് വന്ന സമയത്ത് ഇയാൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ സമയത്താണ് മനസ്സിലാവുന്നത്, കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ശ്രീരാമനായിട്ടാണ് കാണുന്നത് അദ്ദേഹം. അതുകൊണ്ടാണ് ആ യുദ്ധം അവിടെ നിർത്തിയത്. മനസ്സിലായോ? ഭഗവാൻ വന്നതും ആ ദർശനം കൊടുക്കാനാണ്. കഴിഞ്ഞ ജന്മത്തിലെ ഈ ജന്മത്തിൽ ഞാൻ ശ്രീകൃഷ്ണാവതാരത്തിന് ഞാൻ ദർശനം തരും പറഞ്ഞാണ്. അത് കാട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ വന്നതും ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാമനോടുള്ള ഭക്തി നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഹനുമാനെയും കൂടെ വിളിക്കണം. അല്ലെങ്കിൽ അത് ഒരിക്കലും പൂർണ്ണമാവില്ല. രാമൻ വരില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈശ്വരൻ എല്ലാവർക്കും ഉള്ളവരാണ്. എൻ്റെയോ തൻ്റെയോ മറ്റുള്ളവർക്കല്ല, ഈശ്വരനെ എല്ലാവർക്കും ഉള്ളത്. അദ്ദേഹം നമ്മളെ രക്ഷിച്ചേ തരൂ. പക്ഷെ അതിൻ്റെ സമയത്തിൻ്റെ ദൈർഘ്യം കുറയും. രാമായ രാ എന്ന അക്ഷരമുണ്ടെങ്കിൽ ഭക്തഹനുമാൻ അവിടെ വന്നിരിക്കും. യാതൊരു സംശയമില്ല. ലോകമുള്ളത്തോളം കാലം അതുണ്ടായിരിക്കും. അതുകൊണ്ട് എന്നാലാവുന്നത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ബാക്കിയുള്ളത് അവനവൻ്റെ സൗകര്യം. ഞാൻ പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്ന മനോരോഗികൾ, കിടപ്പ് രോഗികൾ, ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, ലോകത്തിലെ പല ദുഃഖങ്ങളും അനുഭവിക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ്, പ്രത്യേകമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ, പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സ് എന്നും സുഖമായിരിക്കണം, ശാന്തിയായിരിക്കണം. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഇത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക, കേൾക്കുക. കർക്കിടക മാസം മുഴുവൻ ചെയ്യുക. ഞങ്ങളും എൻ്റെ പ്രിയതമയും കൂടെ ഇതിൽ ചെയ്യുന്നുണ്ട്. സുന്ദരകാന്ഡം വായിക്കുന്നുണ്ട്, രാമായണം വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇതേ ഇതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നമസ്കാരം, നന്ദി.